ഹായ് ഫ്രണ്ട്സ്, ഇടുക്കി ജില്ലയിലെ ആമപ്പാറ എന്ന് പറഞ്ഞ ഒരു അഡ്വഞ്ചർ സ്പോട്ട് ഉണ്ട്. അവിടുത്തെ യാത്രാവിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഒരു ആമയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലം ആമപ്പാറ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ഓഫ് റോഡ് ത്രൂ ആണ്. ജീപ്പ് സർവീസസ് അവൈലബിൾ ആണ്. 1300 1500 ആ ഒരു റേഞ്ചിലാണ് അവരുടെ ചാർജസ് വരുന്നത്. ഓഫ് റോഡ് എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നേ. ഇനി അങ്ങോട്ട് വലിയ വലിയ പാറകളുടെ ഇടയിലൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. രണ്ട് വലിയ പാറകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങിയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റും ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നേ. നമുക്ക് ഓരോ ഡയറക്ഷൻസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മുൻപേ എൻ്റെ ഹസ്ബൻഡും മോളും, പുറകെ നമ്മുടെ ഓരോ ഫാമിലി മെമ്പേഴ്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം നടന്നും പിന്നെ കുനിഞ്ഞും പിന്നെ മുട്ടുകുത്തിയും പിന്നെ നിലത്ത് എഴഞ്ഞുമാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോകേണ്ടത്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പാറകളുടെ ഇടയിൽ വീഴാനൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെയും കൂടെ കൊണ്ടുവന്നത്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഇരുട്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫോണിലെ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പും വയ്ക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര ഇത്രയ്ക്ക് കഷ്ടപ്പാടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ബാഗും നമ്മുടെ കുട്ടീസിനെയൊക്കെ ഒന്ന് നമ്മൾ ഒഴിവാക്കി ഒന്ന് ഫ്രീ ആയിട്ട് പോവായിരുന്നു. ബട്ട് എനിവേ നമ്മുടെ ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുള്ളായിട്ടും വളരെ എൻജോയ് ചെയ്തുമാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തുവാണ്. ഇനി ശരിക്കും ആമയെപ്പോലെ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ദാ എൻ്റെ ഊഴം എത്തിക്കഴിഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരെ പോലെ നമ്മളിങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് ദാ ഇവിടെ പുറത്തെത്തി കേട്ടോ. വലിയൊരു പാറയുടെ ഇടയിലൂടെ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ നുഴഞ്ഞു കയറി വന്നത്. പിന്നാലെ തന്നെ ചേച്ചിയും ചേട്ടനും അനിയനും അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ലൈഫിലെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പേടി വിചാരിച്ച് നമ്മൾ ഒഴിഞ്ഞു മാറി നിന്നിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെ ആയിരുന്നേനെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടുക്കിയിലോട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത്. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ബൈ.